ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ യൂട്യൂബിലൊക്കെ ഒത്തിരി റിവ്യൂ കണ്ട് ഞാൻ വളരെയധികം ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇതാട്ടോ സംഭവം, കണ്ടോ? ഇൻവൈബയുടെ സ്ട്രോക്ക് ക്രീമാണ്. അപ്പോൾ ഇത് ഞാനും ഒരെണ്ണം വാങ്ങിച്ചു കിട്ടും. അതിന് ഒരുപാട് ഞാൻ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു. അപ്പോൾ ഇതെനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ഇവരെയൊക്കെ വീഡിയോസ് കണ്ടു. അപ്പോൾ ഇതിനൊക്കെ ആൾക്കാർ നമ്മുടെ കവിളിലും മൂക്കിലൊക്കെ ഇടുമ്പോൾ നല്ല ഗ്ലാസ് സ്കിന്നായിട്ടിരിക്കുന്ന, നല്ല കുറേക്കാരുടെ സ്കിൻ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഈ സംഭവം ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സംഭവം ഓർഡർ ചെയ്ത് എനിക്കിത് കിട്ടാനൊക്കെ ഭയങ്കര ആകാംക്ഷയാണ്. കാരണം നല്ല സ്കിന്നായിരിക്കുമല്ലോ, തേച്ച് നല്ല കുറേക്കാരെ പോലെ ഇരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഇത് ഞാൻ വാങ്ങിക്കുന്നത്. പക്ഷെ ഈ സംഭവം കൈ കിട്ടി തേച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കാരണം ഇവർ ഈ ഹൈപ്പ് കൊടുക്കുന്ന പോലത്തെ കുറേക്കാരുടെ സ്കിൻ പോലെ ഒന്നും ഇരുന്നില്ല. നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കുമ്പോൾ നമുക്കൊരു അന്നേരം കുറച്ച് സമയത്ത് ഒരു ഗ്ലോ ഉണ്ടാവത്തില്ലേ, അത്രേ ഇതിനുണ്ടായിരുന്നത്. നമ്മൾ തേച്ചുമ്പോൾ ചെറിയൊരു ഗ്ലോ കിട്ടും. ഇത് ഞാൻ പിങ്കാണ് വാങ്ങിച്ചേക്കുന്നത്. ഒരു പിങ്ക് ഷെയ്ഡും വരും, ചെറിയൊരു ഗ്ലോയും വരും, അത്രയും ഉണ്ടായിരുന്നു. അത് തേച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഗ്ലോയൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഹൈപ്പ് കൊടുക്കുന്ന പോലെയുള്ള സംഭവം ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത്ര സംഭവം ഞാൻ എടുത്തിട്ടുള്ളത് വാങ്ങിയിട്ട് 5-6 മാസമായിട്ടോ. ഞാനത് പലരും സ്കിന്നിൽ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് തേച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ, കണ്ടോ? വേറെ പ്രത്യേകിച്ച് ഒരു ഗ്ലോ, ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ടെന്നുള്ളത് ഇച്ചിരി തരം പോവുകയും ചെയ്യും. വേറെ പ്രത്യേകിച്ച് സംഭവം ഇത്രയും ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ഒന്നല്ല കേട്ടോ. ഇത്ര നല്ലൊരു സ്ട്രോക്ക് ക്രീം ഒന്നല്ല ഇത്. അത് തേക്കുമ്പോൾ ഒരു ഗ്ലോ കാണുന്നുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ഗുണം എനിക്കിതിന് തോന്നുന്നില്ല. നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇടുമ്പോൾ അങ്ങനത്തെ ഒരു എഫക്റ്റും അതിൻ്റെ കൂടെ ഒരു പിങ്ക് ഷെയ്ഡുമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ ഭയങ്കര സൗണ്ട് കേൾക്കട്ടെ. മോൻ അവിടെ നിന്ന് കളിക്കുന്നതിൻ്റെ അവനവിടെ ഫാനൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് ആട്ടോ കേൾക്കുന്നത്.